കൊല്ലം സുധി മരിച്ചേ പിന്നെ ലക്ഷ്മി നക്ഷത്രയും അവന്റെ ഭാര്യയും. സുധിയുടെ ഭാര്യ എന്ത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഈ ലക്ഷ്മി നക്ഷത്രത്തിൽ അന്നിട്ട പരിപാടി ഉണ്ടല്ലോ, പിന്നെ സ്പ്രേ കൊണ്ടുകൊടുത്തു, ഇങ്ങനെയൊക്കെ മണം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാനിപ്പോൾ അടിക്കുന്നത് ആക്സ് ആണോ അല്ലെങ്കിൽ മറ്റേ അഡിദാസ് ആണെങ്കിൽ അതിന്റെ ആ സ്പ്രേ, എനിക്ക് വേറെ സ്പ്രേ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല, ഈ സ്പോർട്സ് സ്പ്രേ ഉപയോഗിക്കാറുണ്ട്. ഞാൻ സ്പോർട്സ്മാൻ അല്ലേ, സ്പിരിറ്റ് ഉള്ള ആളാണ്, സ്പിരിറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടിച്ച സ്പ്രേയും കൊണ്ടൊരുത്തി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളെന്ത് വിചാരിക്കും, അയ്യേന്ന് വിചാരിക്കണ്ടേ. അതുകൊണ്ട് എന്തിനാട്ടെ ഇങ്ങനെ കുറെ ഊളത്തരം കാണിച്ചു. പക്ഷെ ഇവളിപ്പോൾ വന്നിറങ്ങിയിട്ട് ഈ ആൽബത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ വിഷുവിന്റെ എന്തോ ഫോട്ടോഷൂട്ട് നടന്നപ്പോ കുറച്ച് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്തുള്ള സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനകത്ത് കയറി ആൾക്കാർ ഇടപെടാനും തുടങ്ങിയിട്ടുണ്ട്. അവള് കാണിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലല്ലോ. അവള് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ടേ, ചിതയിൽ ചാടി ഭരിക്കണം, അതാണ് ഇവര് പറയണത്. അതെ, അല്ലെ വെള്ളം ഇട്ട് നടക്കണോ, കാണുന്നതാണോ ഇഷ്ടം, നമുക്ക് അതാണല്ലോ താല്പര്യം. പക്ഷെ അതിലും താല്പര്യം ഇതാന്നാ എനിക്ക് മനസ്സിലായത്. പക്ഷെ ഇത് ഇതിനകത്തൊരു കാര്യമുണ്ട്. കാര്യം, ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ അവരെ വേറെ രീതി കാണുന്നതൊരു പ്രത്യേക ഫണ്ണാണ്. അതിപ്പോ അയാളുടെ ലുക്കോ ഗ്ലാമറോ ഒന്നും അല്ല. അവര് ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവരൊരു മോശമായിട്ടുള്ള രീതിയിൽ, അതായത് എന്തെങ്കിലും വേറെ ആൾക്കാർ ആയിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഇത് അപവാദം, അതിനുള്ള സ്കോപ്പ് ഉണ്ട്. മനസ്സിലായോ? ഭർത്താവ് ഉണ്ട് ഇത്രയും അങ്ങോട്ട് കിട്ടത്തില്ല. ഈ ഞരമ്പ് രോഗികളുടെ എണ്ണം കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകതരം താല്പര്യം എന്ത് ഇങ്ങനത്തെ വർത്താനവും ഇത്തിരി ശ്രദ്ധ എല്ലാം അങ്ങനെയുള്ളവരെ നോക്കുന്നത്. ഇതൊക്കെ ആരാ പെണ്ണെ, എനിക്കറിയത്തില്ല, എനിക്ക് അവരെ കണ്ടു, അത്രേ ഉള്ളൂ. ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്, അത് കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരെ പറ്റി കഥ ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇവർക്കൊരു ഉത്തേജനവും മറ്റേ കലനമൊക്കെ ആയിരിക്കും. ഈ കലിങ്കില് ഇരുന്ന് പറയുന്ന ചേട്ടന്മാരുണ്ട്, ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഭർത്താവ് ഇവിടെ ഇല്ലെങ്കിൽ പറയുന്ന സാധനം. പട്ടാളക്കാരെ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. പട്ടാളക്കാരനെ റെസ്പെക്ട് ചെയ്യാൻ വന്നേക്കോ കുറെ പേര്. എന്നിട്ട് പട്ടാളക്കാരെ നാട്ടിക്കുന്ന പടം എല്ലാം എടുക്കില്ല. സിനിമയിലൊക്കെ പട്ടാളക്കാരുടെ ഭാര്യ എന്നൊക്കെ പറയുന്നത് വളരെ വേറെ രീതിയിലാണ് പിക്ചറൈസ് ചെയ്യുന്നത്. പക്ഷെ ഉള്ള കാര്യം പറഞ്ഞാല് പണ്ടത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് വളരെ കുറച്ച് പ്രാവശ്യം ഇവർ വരുന്നുള്ളൂ. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ 2 വർഷത്തിൽ ഒരിക്കലും ഒരു പെണ്ണ് ഭർത്താവിനെ കാണുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലോ. അവര് ഈ സൊസൈറ്റിയിലല്ലേ നിൽക്കുന്നത്, അവര് പട്ടാളത്തിലല്ലല്ലോ. മനസ്സിലായില്ല, അവരങ്ങനെ ടാസ്ക് ഒന്നും ഏറ്റെടുത്തിട്ടില്ല, ജോലി ചെയ്യുന്നില്ല, അവരുടെ എൻവയോൺമെന്റ് അങ്ങനെയല്ല, രാവിലെ എക്സസൈസ് ഇല്ല, വെടിയുണ്ടേ ഇല്ല. ഇവിടെ സാധാരണ ഇത് ജീവിക്കുന്നൊരു പെണ്ണു പിന്നെ എന്ത് ചെയ്യും? പണ്ട് ഗൾഫുകാരന്റെ ഭാര്യ, അതും വലിയ വിഷയമാണ്. അത് ആ പെണ്ണ് ഇച്ചിരിയെങ്കിലും ഒന്ന് തിരിഞ്ഞു പോയാ പിന്നെ അവിടെ ആൾക്കൂട്ടമാ. ഒറ്റയ്ക്ക് താമസിച്ചാലും പെണ്ണിന് പ്രശ്നമാണ്. അതുപോലത്തെ ഒരു പ്രശ്നമാണ് ഈ സുധിയുടെ ഭാര്യ. അത് സെയിം പ്രശ്നമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ കാർ ഓടിച്ചു പോകുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. അന്നൊന്നും കാർ ഓടിച്ച പ്രശ്നമാ. എങ്ങോട്ടാ പോകുന്നതെന്നാ എവിടെയൊക്കെ പോണെന്നാ ചോദിക്കണത്. ഇരിക്കണ ടീമാണ്. വണ്ടിയില്ല, വള്ളമില്ല, കലങ്ങിയിരുന്ന് ഇങ്ങനെ സൈക്കിള് കാണും മാക്സിമം. എങ്ങോട്ടേക്ക് പോണത്, അത് പ്രശ്നം. ആ സാധനം തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓൺലൈൻ സാധനം ഇപ്പൊ കാണുന്നത്, ഓൺലൈൻ വേർഷനാണ്. എന്നിട്ട് സുധിയുടെ ഭാര്യ നല്ലയിടത്ത് നടത്താൻ കൊണ്ടുപോകുക. എന്നിട്ട് ഇന്ന് എന്നോട് ഒരു പയ്യൻ പറയാം, ഏതോ തമിഴ്നാടിയുടെ ക്ലിപ്പ് ആണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ആദ്യം അത് ആന്ന് പറഞ്ഞു, പിന്നെ അത് അല്ല അവളുടെ തന്നെയാന്ന് പറയുന്നത്, ഞാണ്ടൊക്കെ പറയുന്നു. അപ്പൊ ഒന്ന് ലിങ്ക് ഉണ്ടോ, പിന്നെ തെറിയ അവളെ തെറി വിളിക്കുന്നോണ്ട് ചോദിക്കും ലിങ്ക് ഉണ്ടോ, മറ്റേ ക്ലിപ്പ് ഉണ്ടോ, നാണമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ലിങ്കുണ്ട് എന്നും പറഞ്ഞോണ്ട് നടക്കുക. ഇമാര് ഇങ്ങനെ ആയിരിക്കും, ഇവളെയൊക്കെ എന്ത് ചെയ്യണോന്ന് ആലോചിച്ചിട്ട് ഇവിടെ ഇരിക്കുവായിരിക്കും. മനസ്സിലായോ? ഇതാ അവരുടെ പരിപാടി. 2 കൈയും അറ്റ് എ ടൈം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്കലനമുണ്ട്, അതൊരു സുഖമാണ്. ഇതൊരു തരം ഇത് പക്ക പ്രശ്നം, ഫ്രസ്ട്രേഷന്റെ അങ്ങേ അറ്റം. അല്ലെ അവരെ ആരെ ശ്രദ്ധിക്കുന്നേ? എനിക്ക് അവരെ ഒരു രീതിയിലും കണ്ടിട്ട് ഒരു അപ്പീലിംഗ് ആയിട്ടോ അല്ലെ സെക്സി ആയിട്ടോ ഒന്നും തോന്നിയില്ല. ഉള്ള കാര്യം പറയാലോ, ഒരു ആള് വെറുതെ അത് പോയി, അത്രേ ഉള്ളൂ. ഇവിടുത്തെ പെണ്ണ് ഇപ്പൊ ഫിഗർ ഫീച്ചേഴ്സ് വെച്ചിട്ടൊന്നും അല്ല അയാളെ ഒരു ഹൈപ്പിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. ഇനി അയാൾക്ക് വേറെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ശരിയാണ്. ഇപ്പൊ സുധി എന്ന് പറഞ്ഞ ആളെ മോഡലിങ്ങിന് ഇറക്കിയിട്ട് ഭയങ്കര ഏതെങ്കിലും ബ്രാൻഡഡ് സാധനങ്ങൾക്ക് ഇപ്പൊ ഇറക്കാനുള്ള സാഹചര്യം ഇല്ല ഇവിടെ. സുധിയെ കണ്ടാൽ അങ്ങനത്തെ ലുക്കില്ല. ഇപ്പൊ എനിക്ക് പറ്റത്തില്ല, തനിക്കും പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ട്. സുധിയെ വിടുന്ന അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ വേറെ വല്ല ഷെയിം ആക്കി മാറ്റും. അത് വേണ്ട, എനിക്കും പറ്റത്തില്ല, വേറെ ആർക്കാ നമുക്കറിയാവുന്ന നാഗശൈലന്ദ്രി ഉണ്ട്, ആറാട്ടണ്ണനൊക്കെ പറ്റുമോ?
ഇല്ല. അതിന് അതിൻ്റെതായ ഫിഗറും ഫീച്ചേഴ്സും വേണ്ട ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് ഇവരെ പ്ലേസ് ചെയ്യുമ്പോൾ അവർക്ക് റീച്ച് കിട്ടും. മിസ്പ്ലേസിങ് അല്ല നടക്കുന്നത്. മിസ്പ്ലേസ് ചെയ്താലും അത് ശരിയാവാം. ഏറ്റ് കിട്ടിയ മുളച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിനിടയിൽ കൊണ്ട് സാധനം നിർത്തി കഴിഞ്ഞാൽ ആൾക്കാരെ ശ്രദ്ധിക്കുമായിരിക്കും. പക്ഷെ ഇവിടെ ശ്രദ്ധ കിട്ടുന്ന അതല്ല കാരണമെന്ന്. കാരണം മറ്റേതാ. അവള് പെണ്ണാണെന്നുള്ളത്, ഭർത്താവ് മരിച്ചു പോയി എന്നുള്ളതുമാണ് അതിന്റെ കാരണം. പെണ്ണായതുകൊണ്ടാണല്ലോ. വിഡോ, ഞാൻ ചോദിക്കട്ടെ, വിഡോയെ അങ്ങനെ അല്ല ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഇപ്പൊ ഒരു ഗേ കപ്പിളില് ഒരാളാണ് മരിച്ചു പോയെങ്കിൽ ഈ സാധനം ഇങ്ങനെ പറഞ്ഞോണ്ടൊന്നും ഇരിക്കൊന്നുമില്ല. അതിങ്ങനെ വേറെ വഴിക്ക് അയാളെ ശ്രദ്ധിക്കുമല്ലോ. ലെസ്ബിയൻ ആണെങ്കിൽ അത് ലെസ്ബിയൻ ആണെന്ന് പറയുമ്പോ തന്നെ തുടങ്ങുമല്ലോ കലപരിപാടി. അപ്പൊ നിങ്ങളിൽ ആരാണ് ആണെന്ന് ലെസ്ബിയനാന്ന് പറഞ്ഞപ്പോ അപ്പം മെയിൽ റോൾ ആരാണ് എടുക്കുന്നതെന്ന്, മെയിൽ റോൾ എടുക്കണമെന്ന് അവര് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ബോധമാണ്. ഇവളുടെ കേസിലെ ഈ സുധിയുടെ ഭാര്യയുടെ കേസില് അവിടെ പേരെന്താ, പേരറിയില്ല, എനിക്കും അറിയത്തില്ല. ഇങ്ങനെ ഒരു കുറെ ട്രോളാ കണ്ടത്. ട്രോളല്ല, കുറച്ച് ആവശ്യമില്ലാത്ത സാധനം എന്തൊക്കെയോ. മറ്റേ പെണ്ണിന്റെ പേരറിയാം, ലക്ഷ്മി നക്ഷത്ര. അതൊക്കെ ഭയങ്കര ഐറ്റം അല്ലേ, സൂപ്പറാ. അതാണ് സാധനം, സംഭവം കൊള്ളാം കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇങ്ങനെ വേണം ജീവിക്കാൻ. നല്ല സന്മനസ്സും അതുപോലെ തന്നെ സഹാനുഭൂതിയും അതിനപ്പുറത്തോട്ട് മനുഷ്യത്വവും സ്നേഹവും ഒരു സുഹൃത്തിനോടുള്ള ഒരു ബന്ധവും, എംപതി ആൻഡ് സിമ്പതി ഓഫ് ദ ടെലിപ്പതി ഓഫ് ഫ്ലവേഴ്സ് TV. അതെ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണെ ഇവളിപ്പോ രണ്ടാമത് വന്നിട്ടുള്ള, നമ്മൾ കുറച്ചും മുമ്പ് ഫോട്ടോ അല്ലേ വിഷു, അവള് ഇവന്മാരെന്നാ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാ എന്നുള്ള മൂഡിൽ അവള് കേൾക്കണം. അതെനിക്ക് ഇഷ്ടമായി. അത് കുഴപ്പമില്ല, അതൊക്കെ അവള് കൊള്ളാം. ഇതിനകത്ത് ആ സെല്ലിംഗ് പോയിന്റ് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ആ സെല്ലിംഗ് പോയിന്റ് ഇത് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും കാണാനില്ല അവിടെ. ഇത് കണ്ടാൽ ഞാൻ തട്ടിവിടുത്തുള്ള ഇത് ആരാ എന്തോന്ന് അന്വേഷിച്ചിട്ട് അവരുടെ പുറയിലുള്ള കഥ അറിഞ്ഞിട്ട് അവരുടെ ഭർത്താവ് മരിച്ചതാന്ന്, ഭർത്താവ് മരിച്ച എണ്ണല്ലേ ഒരു ആ സാധനം ഒന്നും നമുക്ക് വർക്കാകത്തൊന്നുമില്ല. എനിക്ക് കാണുമ്പോൾ എനിക്ക് ഇനിയിപ്പോ ശരിയാ, ഇവര് കളറോ സൈസോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ള സൈസേ പറ്റത്തുള്ളൂ. അത് എൻ്റെ ഇഷ്ടത്തിനുള്ള കളറായിരിക്കും ഞാൻ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ഇഷ്ടമുള്ള കളർ വേറെ ആയിരിക്കാം. തനിക്ക് എന്തെങ്കിലും ആവാം. തനിക്ക് ചുണ്ടാണോ, തടി വെച്ചതാണോ, അല്ല മുടി ഉള്ളതാണോ, മുടി നീട്ടിയതാണോ, ചുരുണ്ടതാണോ, അല്ല നാടനാണോ, മോഡേൺ ആണോ, എല്ലാം അവരുടെ ഇഷ്ടത്തിന് നടക്കും. പക്ഷെ ഇവരുടെ കാര്യത്തിൽ വരുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ താല്പര്യം അല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്നത് മറ്റേതാ. അയ്യോ, ഇങ്ങനെ പിരിവെട്ടിയവന്മാരുടെ എണ്ണം നോക്കെടുത്ത അവന്മാരിയ്ക്കുക ഇങ്ങനെ ഗതികേടാണോ. അവർക്ക് അത് പറയണം, മനസ്സിലായല്ലേ? എടാ ഇവരെന്തോടെ, ഇവര് മരിച്ചു പോയി, ഇവരുടെ ഭാര്യ എന്ത് ചെയ്യണമെന്ന് അപ്പൊ അവർ വിചാരിച്ചേക്കുന്നത്? അടഞ്ഞിരിക്കണം, ഒരു കാരണവശാലും ആരും കാണരുത് എന്റെ ഭാര്യ, ഞാൻ മരിച്ചു പോയാ. ഇവനൊക്കെ ഇവന്റെ ഭാര്യയോട് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടോ, ഞാൻ മരിച്ചാ നീ എന്ത് ചെയ്യും? അപ്പൊ അവളിങ്ങനെ പറയും, ഞാൻ മുറിക്കാത്ത അടച്ചിരിക്കും. നീ വേറൊരു കല്യാണം കഴിക്കണം എന്നൊക്കെ ഇവൻ പറയും. പക്ഷെ എന്താ ആഗ്രഹിക്കണമെന്ന് കഴിക്കില്ല എന്ന് അവള് പറയണമെന്ന് ആഗ്രഹിക്കും. അവക്കിത് അറിയാൻ ചെയ്യാം. അപ്പൊ അവള് പറയും, ഞാൻ പിന്നെ എനിക്ക് പിന്നെ ഞാൻ ചേട്ടനെ ഓർത്ത് ജീവിക്കും, പാടി നടക്കും. അവളും പറയും. അപ്പൊ ഇവൻ പൊട്ടനായതുകൊണ്ട് പോയ ഈ കല്യാണ മണന് മുഴുവൻ മരിച്ചിന്നെ ഞാൻ ചേട്ടൻ കരുത്തമ്മ അങ്ങനെയാ പറയുന്നത്. കിടപ്പുഴത്തൂടി പാടി പാടി മരിക്കും എടാ പൈലി. അയാൾ അങ്ങനെ 2-3 സൗണ്ട് ഉണ്ട്. അത് അവസാനമൊക്കെ കുറച്ചുകൂടെ കടുപ്പമായി. അങ്ങനെ ശരിക്കും ഇഷ്ടമാണ് അത്. അതുവരെ അത് സൂപ്പർ അല്ലേ? അതും അടിപൊളിയാണ്, അടിപൊളി മെമ്പറാ അത്. അയാൾ എന്ത് രസമാണ്. മധുവിന്റെ ഒരു പടം റീമേക്ക് ചെയ്തില്ലേ, ഈ മറ്റേ ആഷിഖ് കപൂറുടെ ഒരു പടം റീമേക്ക് ചെയ്തത് ടൊവിനോനെ വെച്ചിട്ട്. ഏതൊരു പടം ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ അതിന്റെ കുറച്ച് ഭാഗം കണ്ടു. ഈ വന്നപ്പോ ടൊവിനോയ്ക്കൊന്നും പറ്റത്തില്ലല്ലോ അത് പിടിക്കാൻ. മധു പൊള്ളി പെർഫോമൻസ് നടന്നിട്ടുള്ളൂ. മധു ആ സീനിൽ പരിപാടി നടത്തേക്കാൻ കാണണം. ടൊവിനോ കിടന്ന് മെഴുകുന്നു. ഇത് ശരിയാകത്തില്ല ഇവര് നോക്കിയാ. പഴയതിലോട്ടൊന്നും ഇറങ്ങി ചെന്ന് അനാവശ്യമായിട്ട് ഈ പണിക്ക് നിൽക്കേണ്ട, ഈ അഭിനയിക്കാൻ പറ്റാത്ത ആൾക്കാരെ ഇപ്പോൾ ഉള്ളവർ മൊത്തം ഇവരുടേതായ രീതിയിൽ അങ്ങ് അവതരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇവർ വേറെ സാധനം കണ്ടിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പോലും ഇവർക്ക് പറ്റത്തുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ നടന്മാരുടെ എടുത്ത് നോക്ക്, ആ പകർപ്പാസിൽ വല്ലതും ചെയ്താലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ആർക്കും ഒരു ഇമിറ്റേഷൻ പറ്റുമെന്ന് നോക്കി ഇവരെ കൊണ്ട്. താനൊന്ന് ആ ഈ പറഞ്ഞ പുതുമുഖ നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറയിലെ യുവതാരങ്ങളെ കൊണ്ട് ഒരു സാധനം ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കത്തില്ല. പക്ഷെ അവൻ എങ്ങനെയാണോ, അവൻ എന്തൊക്കെയാണോ
അതുപോലെ അവനെ തന്നെ അവതരിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. അത് വേറെ ഒന്നുമില്ല. ഇവൻ കരഞ്ഞ ഇവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇവർക്ക് വേറെ ക്യാരക്ടർ വേണ്ടല്ലോ. ഇവർ ക്യാരക്ടർ മാറി എടുക്കുന്ന സീനൊന്നും ഇല്ല. മമ്മൂട്ടിയൊക്കെ അല്ലേ പണ്ട് അതിനകത്ത് വലിയ ഫണ്ണ് കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അല്ലാതെ അല്ല, പഴയ നടന്മാർക്ക് അതൊരു ചലഞ്ചാണ് കേട്ടോ. അതല്ലാതെ അവർക്ക് പറ്റത്തില്ല. ഇപ്പൊ ഇന്ന പോലൊരു ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരു കൃഷിക്കാരനായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ കൃഷിക്കാരനായിട്ട് അഭിനയിക്കും അവര്. അതിന് അവിടെ ആ കൃഷിക്കാരനെ നമുക്ക് കാണാൻ പറ്റും. മമ്മൂട്ടി പന്തമാടലൊക്കെ കാണിച്ചു കണ്ടില്ലേ എന്തോ. മറ്റേ വാറുണ്ണിയായിട്ടൊക്കെ വരാൻ പറഞ്ഞാൽ വരും. ഇപ്പൊ ഈ ടോവിനോയോ നിവിൻ മണി പിന്നെ അതായത് വേറെ ആരണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ചെറിയ പിള്ളേര്. ടൊവിനോ, നിവിൻ പോളി, ബേസിൽ ജോസഫ് ആരാണ്ടൊക്കെ ഉണ്ട്. ഇവന്മാരോട് പറ ഇതുപോലെ നിവിൻ പോളി, ടൊവിനോ, ബേസിൽ ജോസഫ്, ഇത് ക്രിസ്ത്യൻ കുഞ്ഞാക്കോ മോഹൻ ഇച്ചായന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ. പക്ഷെ അപ്പുറത്ത് മറ്റേ ടീമുണ്ട്. അസ്സലാമു അലൈക്കും. പിന്നെ മറ്റേ ദുൽഖർ സൽമാൻ പിന്നെ ആരാ ലുക്മാൻ അലി, പിന്നെ ആരാ ഡബ്സി ഒത്തിരി ഉണ്ടല്ലോ. സൗബിൻ എനിക്ക് സൗബിൻ്റെ വലിയ ഇഷ്ടമൊന്നും. അല്ല ഇവര് അഭിനയിക്കുമല്ല അറിയില്ല. തന്നോട് ഞാൻ കാര്യം പറയട്ടെ, ഈ ടീം അഭിനയിക്കുന്ന കണ്ട എനിക്കറിയാതെ ഇവരെങ്ങനെ അഭിനയിക്കുന്നത്. അതെങ്ങനെയാന്ന് ചോദിച്ചാല് ഓരോ സമയത്ത് ഇപ്പൊ കരയാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ 2 എണ്ണം അടിക്കുക, അങ്ങനെ കരയുക. പല രീതിയിൽ കരയാൻ പറ്റും. ഇത്തിരി എക്സെൻട്രിക് ആക്കി കൊടുത്താൽ മതി നമ്മളെ. മനസ്സിലാകുന്ന എനിക്ക്. ഇപ്പം ഞാൻ അടിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇച്ചിരി സീരിയസ് ആയിട്ട് ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ 2 കഞ്ചാവിൻ്റെ പുക വലിക്കുക. എന്നിട്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മുഖഭാവമൊക്കെ മാറും. അല്ല എനിക്കൊരു പ്രത്യേക വികാരം എടുത്തുകൊണ്ട് വന്നാൽ എനിക്ക് അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും. നോർമലി പറ്റത്തില്ല. അപ്പം എന്താ പറ്റുക, ഞാനാണല്ലോ കാണിക്കുന്നത്. അവർക്ക് മറ്റേ ക്യാരക്ടറൊന്നും എടുത്തിട്ടില്ലല്ലോ. ഒരു മറ്റവനെ പോലെ അല്ലല്ലോ ഇരിക്കുന്നത്. കൃഷിക്കാരൻ്റെ വികാരം വരുമ്പോൾ അവനിങ്ങനെ അത് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇവൻ ചെയ്യുന്നത്. അവൻ എന്താണോ അവനിരിക്കുന്നു കാണിക്കുന്നു. ഈ മോഹൻലാൽ ഭയങ്കര മറ്റേ ആക്ടറാന്ന് പറയുന്നുണ്ടല്ലോ. മോഹൻലാലിന് ഇത് പറ്റിയിട്ടേ ഇല്ല, വെറുതെ പറയുന്നത്. മോഹൻലാൽ എന്തൊക്കെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ചെയ്യുമെന്ന് പറയണേ അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ മൈന്യൂട്ട് സാധനം ചെയ്യുന്ന ആളാണ്, എന്തൊക്കെയോ ഭയങ്കര സാധനമൊക്കെ ചെയ്യുന്ന. ഭയങ്കര മൈന്യൂട്ട് ആയതുകൊണ്ടേ കാണാൻ പോലും പറ്റത്തില്ല. ഇയാളെപ്പോഴും അയാൾ ഒരു പഴവും ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല പടത്തിലൊന്നും. പിന്നെ ഈ വാനപ്രസവത്തിൽ കിടന്നു ചെയ്യുന്നത് അതും മോഹൻലാൽ തന്നെയാണ്. എവിടെയാണ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ, മോഹൻലാൽ ഇതിന്റെ ആളാ. മോഹൻലാൽ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ചിലപ്പോൾ കള്ളു കുടിയാനായിട്ട് അഭിനയിക്കുന്ന പോലെ കാണിക്കും. പിന്നെ കിടന്ന് കരയാനും പിടിയാനും മറ്റേ സെന്റിയും പിന്നെ ചാടിച്ചാടി നടക്കുന്നൊക്കെ പുള്ളി എന്തോരമൊക്കെ അയാൾ തന്നെ മോഹൻലാൽ. അത്രേ ഉള്ളൂ. ഇവിടെ ഇത് മാറ്റി പിടിക്കുന്ന ആൾക്കാരെ കാണാന്നുണ്ടെ വേറെ നടന്മാരെയൊക്കെ നോക്കേണ്ടി വരും. അതിനകത്ത് ഈ ഇവിടെ കൊമേഴ്ഷ്യലി ഹിറ്റായ പടത്തിന് ഇതിന്റെ ആവശ്യമില്ല. നെടുമുടി വേണം, ഒടുവിലുണ്ട് കൃഷ്ണൻ, മമ്മൂട്ടി, സത്യൻ. നസീറിനെ കൊണ്ട് പറ്റത്തില്ല, ജയനെ കൊണ്ട് പറ്റത്തില്ല. അതേപോലെ മാറി പിടിക്കുന്ന ശ്രീനിവാസിന് പറ്റും, സലീം കുമാറിന് പറ്റും, സുരാജ് വെഞ്ഞാറിനും പറ്റും, മമ്മൂട്ടിക്ക് നല്ലപോലെ പറ്റും. മമ്മൂട്ടി അംബേദ്കറൊക്കെ ആയി കഴിഞ്ഞാൽ അംബേദ്കർ പോലെ ഇരിക്കും. മമ്മൂട്ടി കുറച്ചുകൂടെ റേഞ്ച് കൂടുതലാ. മമ്മൂട്ടി എന്ന് പറഞ്ഞാലേ മമ്മൂട്ടി ഗ്ലാമറാണോ, അതാ അയാളെ ആക്കി പല്ലൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെ ഇരുന്നാലും പുള്ളി ഇങ്ങനെ ഇരിക്കും. ഫുട്രോമീസിനൊക്കെ ഓർമ്മ. ഇയാള് സൗണ്ടും മാറ്റും, ഇയാളുടെ സൗണ്ടൊക്കെ മാറ്റും. ആ പണിയൊക്കെ അറിയാം പുള്ളിക്ക്. മോഹൻലാലിന് അവിടെ സൗണ്ട് മാറ്റാൻ പറ്റും. തൃശ്ശൂർ ഭാഷയാണ് ഞാൻ കൂളത്രയൊക്കെ കാണിക്കുന്നുണ്ട്. തൃശ്ശൂർ ആക്സന്റ് ശരിയായില്ലെന്ന് പറയണ ഇയാള് സംസാരിച്ചപ്പോഴേ. അപ്പൊ മോഹൻലാല് രഞ്ജിത്ത പറഞ്ഞത്. രഞ്ജിത്ത് പറഞ്ഞു മോഹൻലാല് ആ സിനിമയിൽ ഏതാ തൂവാനത്തുമ്പിയാണ്, അതിനകത്ത് തൃശ്ശൂർ ആക്സന്റ് ഒന്നും ശരിയായിട്ടൊന്നുമില്ല, അത്ര ശരിയായില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കമന്റ് പറഞ്ഞു. അപ്പോൾ മോഹൻലാൽ അതിന് മറുപടി പറയാണ്, ഞാൻ തൃശ്ശൂർക്കാരനല്ലല്ലോ എന്ന്. അത്രേ ഉള്ള അതിന്റെ കാര്യം. എന്തോ പറയാൻ, എന്ത് ചെയ്യൂന്ന് പറ. ആ കാര്യത്തിലൊക്കെ മമ്മൂട്ടി ടോപ്പാ ഇതുവരെ കണ്ട ലെവലിൽ വെച്ച്. ഇവരെ കൊണ്ടൊന്നും പറ്റത്തില്ല. പുതിയ ആൾക്കാർക്ക് ഇത് അറിയത്തില്ലടോ. ഇപ്പൊ ടൊവിനോ ഒരു പ്ലംബറായിട്ട് ഒരു പൊട്ടനെ പോലെ അഭിനയിക്കുന്നു കിടന്ന്. പ്ലംബർ അല്ലേ, ഒരു ഇലക്ട്രീഷ്യനായിട്ട് എന്തോ ഒരു മണ്ടംകളി കാണിക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാം ഒരുമാതിരി എന്താ പറയണ്ടേ, ഈ ഫാൻസി ഡ്രസ് ഒക്കെ ചെയ്യാൻ പിള്ളേർ വന്നിട്ട് സ്റ്റേജ് ചെയ്യുന്ന പെർഫോം ചെയ്യുന്നിട്ട് ഒരു തരം പെർഫോമൻസ് ഒക്കെ നടത്തിയിട്ട് സൂപ്പറാ. ഇവിടെ ആളുകളുടെ പണിയായതൊക്കെ. അതുകൊണ്ട് പിന്നെ വേറെ കാര്യമായിട്ട് മലയാളത്തിൽ അങ്ങനത്തെ സിനിമകളൊന്നും ഇല്ല. ഭയങ്കര ചലഞ്ചിങ് ക്യാരക്ടേഴ്സുമായിട്ട് ഒരു കഥയും വരുന്നില്ല.
എല്ലാം ഇതൊക്കെ തന്നെ. കുഞ്ചാക്കോന്റെ ഒരു സിനിമ ഭയങ്കര പരിപാടി, പോലീസ് വേഷത്തിൽ വരിക. അമ്പോ ഇവിടെ അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ട്. ഇതൊരു പാറ്റേൺ ഒക്കെ ഉണ്ട്. ഒരു കൂട്ടർ ആരുടെ പോലീസാന്നല്ലതെന്ന്, ഏതോ പോലീസ് ആയപ്പോഴാണ് അങ്ങനെയൊക്കെയാണോ? പോലീസ് സ്റ്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുന്ന ഇവിടെ അങ്ങനെയൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രൊമോഷൻ കിട്ടി അവസാനം അങ്ങ് ഭയങ്കര അവസാനം മുഖ്യമന്ത്രി ആകുന്ന പടം അഭിനയിക്കുമ്പോ കംപ്ലീറ്റ് ആയി. ഇതുവരെ മോഹൻലാൽ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടില്ല. ഇല്ല മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. എന്തല്ലേ ഇവിടുത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലേ. അതിനിടയില സുധിയുടെ ഭാര്യ, അതിന്റെ ഇടയിൽ സുധിയുടെ ഭാര്യ. അല്ല, സുധിയുടെ ഭാര്യയെ അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞാലേ. അതിനകത്ത് വേറെ കാര്യമുള്ള എന്നാ പറയാ, അവര് പറയുന്ന പോലെ ഈ നാട്ടുകാരെന്തിനാ തെരുവ് വിളിക്കുന്നത്, ഇവർക്ക് പുല്ല് വില അവർ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവർക്കതൊരു വാശി പോലെ അയക്കുക, മനസ്സിലായി. അപ്പൊ അവർക്ക് പൈസയും കിട്ടുന്നുണ്ടാവും. പിന്നെ വേറെ കാര്യമുണ്ട്, വിദ്യാഭ്യാസ കുറവ് കാണും, വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ അറിവില്ലാത്തതോ കഴിവില്ലാത്തതോ പ്രശ്നങ്ങളുണ്ടാവും. അവർക്ക് ജീവിക്കാൻ ഒരു മാർഗം ഇതേ ഉള്ളെങ്കിൽ അവരത് എടുത്ത് ചെയ്തേ പറ്റും. ഞാൻ ചോദിച്ചോട്ടെ, ഇവർ ഇത് ചെയ്യുന്നോണ്ട് ഇനിയിപ്പോ അവര്, ഞാൻ ചോദിച്ചിട്ട് ഏതെങ്കിലും ഇവിടെ പലരും ഭർത്താവ് മരിച്ച് പിന്നീട് മുന്നോട്ട് ബുദ്ധിമുട്ടാകുമ്പോ ഇല്ല, പ്രോസിക്യൂഷൻ ഉണ്ട്. അത് ചെയ്യുവാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലല്ല, അല്ലല്ല ഇവിടെ ഇപ്പൊ ഒരു ആരുടെയെങ്കിലും ഒരു ഭാര്യ, ഒരു വിധവ, അവൾ അങ്ങ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഇറങ്ങിയെന്ന് വിചാരിച്ചു. ഇത് മറ്റൊരു കഥയുണ്ട്, ഇതൊക്കെ ശരിയാണോ പെങ്ങളെ നടിയുടെ ഇടയിൽ എന്ന് പറഞ്ഞ പോലെയാണ്. ഇവന്മാർക്ക് അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ അത് ഓക്കെയാ, അങ്ങനെ ആണെന്ന് അങ്ങ് ഉറപ്പ് വരണം. ഇതിപ്പോ അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇവള് ഇങ്ങനെ പോകുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു, ഇവർ പുറത്തിറങ്ങി നടക്കുന്നു, വേറെ അന്യപുരുഷന്മാരായിട്ട് ഇടപെടുന്നു. പിന്നെ എന്താ അവിടെ പ്രശ്നം? അവിടുത്തെ പ്രശ്നം ഇപ്പൊ തനിക്കൊരു ഒരു സ്ത്രീ ബുദ്ധിമുട്ടാണ് പ്രോസ്റ്റിറ്റ്യൂഷനിൽ എത്തുന്നതെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ നാടിന്റെ പ്രത്യേകതയാ. പക്ഷെ വിദേശത്തൊന്നും അങ്ങനെയല്ല പ്രോസ്റ്റിറ്റ്യൂഷനിൽ എത്തുന്നത്. അവർക്ക് താല്പര്യം അങ്ങനെയൊക്കെ. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ കേട്ടത് അറിഞ്ഞായിട്ടുള്ള എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ഭർത്താവ് മരിച്ചു കാണും, അല്ലെങ്കിൽ ഭർത്താവ് ക്യാൻസർ ആയിരിക്കും, കുട്ടികളെ വളർത്താൻ വഴിയില്ല. അപ്പൊ അവര് ഇങ്ങനെയുള്ളൊരു പാർട്ടി പോയാൽ അവർക്ക് പൈസ കിട്ടും, നല്ല വരുമാനമുള്ള പരിപാടിയാണ്, അത്ര മോശം പണിയാണെന്നും പറയാനും പറ്റത്തില്ല. ഇവിടെ പറ്റുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ, ഇവരങ്ങ് ഇങ്ങനെ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന്. അങ്ങനെ ഒരു രീതിയിൽ കണ്ടാൽ തനിക്കറിയാം, അവർക്കറിയാം, എല്ലാവർക്കും അറിയാം, ഇത് ഇന്ന ആൾക്ക് ഇത്ര രൂപ കൊടുത്താൽ കിട്ടും. അത് അക്സസിബിൾ ആണ്, എസ്റ്റാബ്ലിഷ്ഡ് ആണ്, സംഭവം കഴിഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ ആളില്ലേ, ഇപ്പൊ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ആളുകളെ അവർക്ക് അതുമല്ല ഇതും അല്ലാത്തൊരു പരുവത്തിലിരിക്കുന്നത്. അതാ പറഞ്ഞത്, മനസ്സിലായി. അപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇവർക്ക് ആകപ്പാട് ഒരു ഫ്രസ്ട്രേഷൻ അടിക്കും. അവിടെ കുറച്ചു പേർക്കൊക്കെ കൊടുത്തിട്ട് അവര് എന്നുള്ള രീതിയിലത്തെ ഒരു രീതിയിലാണ് ഇത് കാണുന്നത്. അഴിഞ്ഞാടുവാണ്, അഴിഞ്ഞാട്ടം. അതേസമയം നേരെ മറിച്ച് ഇവന്റെ മുന്നിൽ വന്ന് അഴിഞ്ഞാടുവാണെങ്കിൽ അവന് കുഴപ്പമില്ല. വേറെ സാധനം കൂടി പറയാം. ഇപ്പൊ അത് അങ്ങനെ ചിന്തിക്കുന്നവരും, ഇവള് രംഗത്ത് വന്നതിലൊക്കെ പ്രശ്നമുണ്ട്. ഇവള് ഡ്രസ് ചെയ്യുന്നൊന്നും ഇവർക്ക് പിടിക്കുന്നൊന്നുമില്ല, ഇവളെ ഡ്രസ്സൊന്നും പിടിക്കുന്നൊന്നുമില്ല. ഇവള് ഇട്ടേക്കണ വേഷം ശരിയല്ല. മറ്റെന്തോ കോഴിക്കോടുള്ള ഒരു ദാസൻ, അയാളുടെ കൂടെ എന്തോ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര, അയാൾ നൈസാ. അപ്പൊ ഇതിനകത്ത് രസം എന്ന് പറഞ്ഞാലേ ഒരു കുഴപ്പമില്ല, വളരെ നല്ല കാര്യം. അവർക്ക് അങ്ങനെ ഒരു രീതി അയാളെങ്ങനെ അങ്ങനെ ആക്കിയെങ്കിലും അത്രയും നല്ലത്. ഇവിടെ അവർക്ക് വരുമാനം വേണം. എടോ ഇവിടെ എടാ സുധിക്ക് പിള്ളേരൊന്നും ഇല്ലടാ, ജീവിക്കണ്ടവർ. പിന്നില്ല, അവരെന്താ നീ പറയുന്ന പോലെ പറഞ്ഞു. ഇവിടെ മറ്റൊരു ജോലി മേടിച്ചു കൊടുക്കും. അംബീഷൻ അഭിനയിച്ചൊരു സിനിമയുണ്ട്, ഇവള് ഫഹദ് ഫാസിൽ ഇവളും കൂടി അഭിനയിച്ചൊരു സിനിമയുണ്ട്. അതിനകത്ത് ഇവളുടെ ഒരു വീഡിയോ ലീക്ക് ആകുന്ന പോലത്തെ ഒരു സീനുണ്ട് അതിനകത്ത്. പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, ചാപ്പാകുരിശ്, എന്തിനാ അവിടെ. അപ്പൊ അതിനകത്ത് ഇവരുടെ രണ്ടുപേരും കൂടി ഉള്ളൊരു വീഡിയോ ലീക്ക് ആകുന്ന പോലത്തെ ഒരു രംഗമുണ്ട്. ഈ സിനിമ ഇറങ്ങിയത് കുറച്ച് വർഷം ആയല്ലോ. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ വീഡിയോകൾ ലീക്ക് ആവുന്ന ടൈമാണോ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന സമയത്തും കൂടി ആ സിനിമ ഇറങ്ങുന്നത്. വീഡിയോ ലീക്ക് ആയതുപോലെ സിനിമയിൽ വന്നപ്പോഴേ ആൾക്കാരൊക്കെ കണ്ട് ഇവളുടെ വീഡിയോ ലീക്കായ പോലെ ഒരു ഫീൽ വന്നു തോന്നുന്നു. അവളോട് വേറൊരു തരത്തിൽ, അവളുടെ സിനിമക്കകത്തുള്ള അവളുടെ കണ്ടുപോലില്ല, അറിഞ്ഞുപോലില്ല. ആ സിനിമയും കണ്ടായിരുന്നു. അങ്ങനെ ഒരു സിനിമ കുറെ കാലമായത്. ഇയാൾ ഈ ഫാസിലൊക്കെ അഭിനയമൊക്കെ പിന്നെ ഭയങ്കര പരിപാടി. ഇവിടുത്തെ ഈ പറഞ്ഞ ആൾക്കാരില്ലേ, ഇവരെ തെരുവ് വിളിക്കുന്നവരുടെ പ്രശ്നം മെയിനായിട്ട് അവർക്ക് ഈ പെണ്ണ് ശരിക്കും ഉള്ള കാര്യം പറഞ്ഞാൽ ഇവള് അഴിഞ്ഞാടുന്നില്ലെന്നോ അല്ല വേറെ തരത്തിലല്ലെന്നോ അറിയാവുന്നതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. ആ കൺഫ്യൂഷൻ ആണ്. കൺഫ്യൂഷൻ അല്ല, അവർക്ക് അറിയാം. എന്താ പറയാ, പ്രശ്നം കിടക്കുന്നത് അതറിഞ്ഞാ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പൊട്ടി കിട്ടുമോ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ എവിടെയെങ്കിലും വെച്ച് ആ തരത്തില്
കാണപ്പെടുകയോ ചെയ്ത ഇവരുടെ പ്രശ്നം തീർന്നു. പിന്നെ കുറച്ച് തെറി കൂടി പറഞ്ഞിട്ട് വേറെ പറഞ്ഞിട്ട് ഓക്കെ അങ്ങനെ അങ്ങനെ തീർന്നല്ലോ. അവന്റെ ആ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് എല്ലാത്തിനും, അതങ്ങ് കഴിഞ്ഞു. അതേസമയം നേരെ മറിച്ച് ഇപ്പുറത്ത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല, മറ്റേ പൊസിഷനിൽ വെക്കുക, പ്രോസ്റ്റിറ്റ്യൂഷനിലാണ് ഇവർ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. വേറെ നിവൃത്തിയില്ലാത്തൊരു സ്ത്രീ, പഠനമില്ലാത്ത എന്തെങ്കിലും തരത്തിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് കുട്ടികളെ പോറ്റാനും കുടുംബം പോറ്റാനും വകയില്ലാത്തൊരു സ്ത്രീ അവിടെ എത്തിയാൽ അവർ നോർമലാണ്. അതേസമയം ഇവിടെ വരുമ്പോ എന്നാ സോഷ്യൽ മീഡിയ കിടന്ന് അഴിഞ്ഞാടുക. ഈ രണ്ടും കുഴപ്പമുള്ള കേസല്ല ഞാൻ പറയുമ്പോഴേ, പക്ഷെ ഇത് ഇവരുടെ പെർസ്പെക്റ്റീവിൽ ഭയങ്കര വിഷയമായിരുന്നു. അവർക്ക് അത് അഴിഞ്ഞാട്ടമാണ്, അവർക്ക് അറിയാം. എന്നാൽ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചോ, ഈ പറയുന്ന ഈ കൊല്ലം സുധിയുടെ സുഹൃത്തുക്കളും മറ്റേ ലക്ഷ്മി നക്ഷത്രയും ചന്ദ്രനും ഒക്കെ ഉണ്ട്, അവരാരും ഇതിനെ കുറിച്ച് പറഞ്ഞു മാണം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പോയി. അത് അവർക്ക് കാശ് കിട്ടുന്ന പരിപാടിയല്ലേ, ഇവർക്ക് കാശ് കിട്ടാൻ കരഞ്ഞിരുന്ന് മോണിറ്റൈസ് ചെയ്തു ഒരാൾ മരിച്ചപ്പോ. നമ്മൾ അവിടെ ചെന്ന ബോഡിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞ് മോണിറ്റൈസ് ചെയ്തോന്ന് ആർക്കറിയാം. അപ്പൊ ഇതിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയുള്ള അപ്പൊ അതെന്താ മിണ്ടാത്തതെന്ന് പറയാം. അത് മിണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് നേരെ ചിലപ്പോ ഇവളുടെ നേരെ വരെ തിരിയാൻ സാധ്യത ഉണ്ടെന്ന് ഇവർക്ക് അറിയാം, മനസ്സിലായോ? അതുകൊണ്ടല്ലേ മിണ്ടാത്തത്. അല്ലെങ്കിൽ മിണ്ടണേനെന്താ കുഴപ്പം? മിണ്ടണമല്ലോ, ശരിക്കും അവള് സംസാരിക്കണ്ടേ, ഇവൾക്ക് വേണ്ടി സംസാരിക്കണ്ടേ. അത്രയും സുധിച്ചേട്ടൻ അത്രയും വേണ്ടപ്പെട്ട ആളല്ലേ, സുധിച്ചേട്ടന് വേണ്ടി വിചാരിക്കുന്നുണ്ടോ സുധിച്ചേട്ടന്റെ ഭാര്യ അഴിഞ്ഞാടുവാന്ന്? ചിലപ്പോ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ, സുധിച്ചേട്ടന്റെ ഭാര്യ അഴിഞ്ഞാടുകയാണ് അങ്ങനെ എല്ലാരും പറഞ്ഞു. ഇനി അങ്ങോട്ട് പോകണ്ട, പോയാൽ എനിക്കും എന്റെ കുടുംബത്തിന് നടക്കേണ്ട ചീത്തപ്പേരായാലോ. അതുകൊണ്ട് ഞാൻ ഇനി കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല, കുറച്ച് കാശ് കുറച്ച് കിട്ടിയാലും കുഴപ്പമില്ല. എന്തുവാടേ ചുമ്മാ നാണക്കേടാ. അവര് പാവപ്പെട്ടവരാ, അവർക്ക് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, നിവർത്തി ഉണ്ടോ ഇല്ലയോ എന്ത് വേണേ ആയിക്കോട്ടെ. ഇനി അവർക്ക് ഓക്കെ ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലത്തെ എന്തെങ്കിലും കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. അവർ ചെയ്യുന്നത് ചിലപ്പോൾ ഈ കുറച്ച് നാളത്തേക്ക് അവർക്ക് വലിയ ഇത് കാണത്തില്ല, എന്താ പറയാ, ഈ കണ്ടീഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ട്രോമ കാരണം ഒരു 4-5 വർഷം കഴിയുമ്പോഴായിരിക്കും പല പെണ്ണും തിരിച്ചറിവുണ്ടാവും. ആ ഗ്യാപ്പിൽ അവർ സർവൈവലിന് ചെയ്യുന്ന പല പരിപാടികളും പാളിപ്പോവാറുണ്ട്. അത് ആ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇത്തരം ആളുകൾക്ക് പ്രശ്നമുണ്ടാകുന്നത്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. എന്നിട്ട് ഇവന് ഈ പറയുന്നവന്മാരുണ്ടല്ലോ, ഈ പറയുന്ന ഇവരെ ചീത്ത വിളിക്കുന്നവന്മാർ അറിയാത്തൊരു കാര്യം, ഇവൻ മരിച്ചുപോയ ഇവന്റെ ഭാര്യ ഇതിലും മോശപ്പെട്ട അവസ്ഥയിൽ പോവും. അവന്റെ കൂടിരുന്ന് ഇത് പറയുന്നവന്മാർ വരെ അവളെ ചൂഷണം ചെയ്യുന്ന പറഞ്ഞാൽ നശിപ്പിച്ചു കളയും. കിട്ടിയ അറ്റൻഡ് ചെയ്യുന്ന കാര്യം തന്നെയാണ് നശിപ്പിച്ചു കളയും, അല്ലാതെ അവർക്കൊരു ഗുണം ഉണ്ടാക്കത്തില്ല. മനസ്സിലായത് എനിക്ക്. ഇവനെങ്ങാനും മരിച്ചു പോയാൽ ഉറപ്പിച്ചോ, ഇവന്റെ കൂടെ ഇരുന്ന് ഇതേ ഡയലോഗ് പറഞ്ഞ് ഇതിനകത്തിരിക്കുന്ന അത്രയും പേരുടെ ശ്രദ്ധ അവിടെയും പോകത്തില്ലേ. ഇവനെ പോലെ 1,00,000 പേരെ കാണുമ്പോൾ ഇവനെന്തിനാ സന്തോഷിക്കുന്നേ? ഇവനെ പോലെ തന്നെ അല്ലേ ഇവൻ കണ്ടത്, അല്ലേ? അവൻ എന്തോ നോക്കുന്നേ? അല്ല, ഇതെന്താ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് അവർക്ക് പിടികിട്ടത്തില്ല. അല്ല, ഞാനൊരു കാര്യം താനൊന്ന് ആലോചിക്കും. നമ്മളിപ്പോ ഒരു സാധനം കാണുന്നു, നമ്മളിപ്പോ ഒരു അഭിപ്രായം പറയുന്നു, ഇതിനെപ്പറ്റി പറയുമ്പോ 100 പേര് അതിന്റെ കൂടെ വരുമ്പോ നമുക്കറിയാം അതെന്തോ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ അതുപോലത്തെ 1000 പേര് വരുന്നതാണ് അവൻ ശരിക്കും പേടിക്കുകയോ വേണ്ട. ആ 1000 പേരും പേടിക്കണം, മനസ്സിലായി? അവർക്ക് ഇതേപോലത്തെ ഒരു സാധനം സംഭവിക്കാതിരിക്കത്തൊന്നും. ഇത് ശരിക്കും ഈ കുഞ്ഞിപ്പിള്ളേര് വളി വിട്ടിട്ട് പേടിക്കില്ലേ, അതുപോലെ പേടിക്കേണ്ട സാധനം അത്. അതെ, കാരണം ഇവരെന്താന്ന് പറയുമ്പോ ഇവര് സ്വയം ഒരു ത്രെറ്റാണ്. അവരുടെ അതേ സ്വഭാവമുള്ള ആൾക്കാർ കൂടുതൽ കണ്ടാലും അവര് പേടിക്കണം. മാത്രം പേടിച്ചാൽ പോരാ, ബാക്കിയുള്ള അങ്ങനത്തെ ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യാനും പാടില്ല. ഇവര് സ്വയം അങ്ങനത്തെ ചിന്തയുള്ളവരും മറ്റവനെ കാണുമ്പോ ചാടി ഇറങ്ങി കൂട്ടുകൂടരുത്. അവനോട് പറയണം, വേണം അങ്ങനല്ല എന്ന് പറയണം ഇവൻ. കാരണം ഇവന്റെ പെണ്ണുമ്പിള്ളക്ക് ഈ സീൻ വരാൻ മാത്രമല്ല നമ്മളും പേടിക്കണം, എല്ലാരും പേടിക്കണം. ആ സൈസ് ആൾക്കാരായിരുന്നു സംസാരിക്കുന്നത്. അവരെ എന്നിട്ട് കുറെ പേര് അതും ഇതും പറഞ്ഞ് സമയം കളയാ. ഇവരെ കണ്ടെത്തുക വേണ്ട, ഇവന്മാരെ കൗൺസിലിങ്ങിന് വിധേയരാക്കണം. ഒരു 10 പേരെങ്കിൽ 10 പേര് രക്ഷപ്പെടട്ടെ. അല്ല, ഇത് പറയരുത്, അങ്ങനെ പറയേണ്ട സ്ഥലമല്ല. പുതിയ തലമുറയിലെ പിള്ളേര് ഇതൊന്നും എടുത്തിട്ടൊന്നുമില്ല. വിശ്വാസ സമൂഹമാണ് ഈ മറ്റേ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയിരിക്കത്തില്ലേ, ആ ടീമായി രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട്. ഈ പറഞ്ഞ സുധിയുടെ ഭാര്യ വിശ്വാസിയാ. വേറെ കാര്യമുണ്ട്, സുധിയുടെ ഭാര്യ ഇരിക്കുമ്പോ ഇതേപോലെ വേറൊരാളെ കണ്ടിരുന്നാൽ ഇവര് രണ്ടുപേരുടെ അവളെ എന്തെങ്കിലും വിളിച്ചേനെ. അതും സംഭവിക്കാം, പറയാൻ പറ്റത്തില്ല. അവർക്ക് ഇപ്പോഴായിരിക്കും ആ തിരിച്ചറിവ് വരുന്നത്. അതേസമയം അവർ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതേപോലെ തന്നെ അവസ്ഥപ്പെട്ട പലരെയും ഈ പറഞ്ഞവർ ഏത് രീതിയിലാണ് കണ്ടത് നമുക്ക് അറിയാൻ പറ്റില്ല. അവര് അതേ സൈസ് ആൾക്കാരുടെ കൂട്ടത്തിൽ ഇന്നവരായിരിക്കും. അവിടെ നിന്ന് ഒരാൾ പോയപ്പോഴാണ് ആ ടീം എല്ലാം കൂടെ അവിടെ വന്നത്, മനസ്സിലായല്ലേ? അതും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ അങ്ങനെ അഭിപ്രായം ഉണ്ടാക്കിയാൽ വലിയ ഗുണമൊന്നുമില്ല. ഇങ്ങനത്തെ അഭിപ്രായങ്ങളെ അടിച്ച് തെറിപ്പിക്കണം. ഭയങ്കര മണ്ടത്തരമാണ്. പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഐഡിയകൾ വരെ എടുത്തിട്ട് വേണമെങ്കിൽ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ
പക്ഷെ ഇവരെ ബോധവൽക്കരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവർക്ക് ബോധം വരുന്നത് ഭർത്താവ് മരിക്കുമ്പോഴും ഭാര്യ മരിക്കുമ്പോഴും മാത്രമായിരിക്കും. അല്ലെ ആരെങ്കിലും കയറി തല്ലോ കൊല്ലുമൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് അവന് ബോധം വരുന്നത്, അയ്യോ ഞാൻ ഇങ്ങനെ തരത്തിനായിരുന്നല്ലോ. മനസ്സിലായത് എനിക്ക്? അതായത് ഇത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഇങ്ങനെ തന്നെയാണ്. അതായത് സ്ത്രീകളും അത് തന്നെ പറയും. ഈ പെണ്ണുങ്ങളൊക്കെ എന്തോരം എതിർക്കുന്നത്, അവരെന്തറിഞ്ഞോണ്ട് വല്ല ധാരണയുണ്ട് ഇതിനെ കുറിച്ച്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ചില പെണ്ണുങ്ങൾ ശരിയാ, ഭർത്താവ് മരിച്ചാൽ ഫോട്ടോ കണ്ടിട്ടില്ല ഒരു പെണ്ണിങ്ങനെ സ്വയം ഇടിക്കുന്നത്, ഒരു ഫോട്ടോ ഉണ്ട്, ഒരു കാർട്ടൂൺ. ഭർത്താവ് മരിച്ചു പോയാല് തന്നെ ജീവിക്കാൻ പറ്റുന്ന ജോലിയുള്ള സ്ത്രീകൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല പെട്ടെന്നൊന്നും. അവര് നേഴ്സായിരിക്കാം, ടീച്ചറായിരിക്കാം, പോലീസായിരിക്കാം, എന്ത് വേണേ ആയിക്കോട്ടെ, ബാങ്കിലെ ഉദ്യോഗസ്ഥയോ എവിടെ വേണേ ജോലി ചെയ്തോട്ടെ. വേറൊരു കാര്യമുണ്ട്, ഇവള് വീട്ടമ്മയാണ്, അവർക്ക് വേറെ ജോലി ഒന്നും. അങ്ങനെയുള്ളവള് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണെന്ന് ഇറങ്ങുമ്പോ എങ്ങോട്ട് ഇറങ്ങും? കൂടുതൽ അവർക്ക് പറ്റുന്ന സ്ഥലത്തല്ലേ ഇറങ്ങാൻ പറ്റത്തില്ല. അത് ചെറിയൊരു സ്പേസാണ് ശരിക്കും അത്. പക്ഷെ അത് വളരെ കുറച്ച് പേരുടെ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് അതിന് കുറച്ച് പോപ്പുലാരിറ്റി കൂടുതലാണ്. അതേസമയം ഇവളൊരു ബാങ്ക് ഉദ്യോഗസ്ഥയാന്ന് വിചാരിക്കുക, സുധി കഴിച്ച് അവള് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കും, ആരും അറിയാൻ പോകുന്നില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ ലക്ഷ്മി നക്ഷത്രം അവിടെ വന്നിട്ട് വേണേ ബാങ്കിൽ പോയിട്ട് വല്ല ATM കാർഡ് മാറാനോ വല്ലതും പോയിട്ട് വല്ല വീഡിയോ എടുത്തിട്ട് ബാങ്കിലുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വല്ല കാശുണ്ടാക്കിയാലേ ഉള്ളൂ. അതായത് അവള് വിടത്തില്ല, എന്തോ സംഭവിച്ചാലും അത് വേറെ കാര്യം, അവൾ അവിടെയും ചെല്ലും. സിറ്റുവേഷൻ അത്ര കണ്ടന്റും ഇല്ല, അതാ വേറെ രസം. പിന്നെ അവരുടെ ജീവിതം അങ്ങനെയാണല്ലോ, അതങ്ങനെ പറയണ്ട. അല്ല പുള്ളിക്കാരി വിചാരിച്ചിരുന്ന അടുത്തൊരു 30 വർഷത്തേക്ക് സുധിച്ചേണ്ട കഥയും പറഞ്ഞ് വീഡിയോ പോകാന്ന് വിചാരിച്ചിരുന്ന അടുത്ത മേറ്റ സുധിച്ചേട്ടൻ തിന്ന വട അവിടെ നിന്ന് മേടിച്ച വട സൂപ്പർ ആതെ വട തീറ്റിക്കുന്ന സീൻ കാണിക്കും. അല്ല വേറെ സാധനം റിസർച്ച് ചെയ്തോണ്ടിരിക്കും. പുള്ളിക്കാരിയുടെ സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും ഇങ്ങനെ മറ്റേ ഇതൊക്കെ വെച്ചിട്ടുണ്ടോ, എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടോ, ഇനിയിപ്പോ ഇത്ര ദിവസം ഇപ്പൊ ഇനി മരിക്കാനുള്ളത് ഇന്ന ആളായിരിക്കും, അപ്പൊ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന സാധനം കൂടെ വന്നിട്ട് മണക്കതൊക്കെ മണം ഓർത്ത് വെച്ചേക്കാം. ഏതാ ചേട്ടാ സ്പ്രേ? എന്നിട്ട് ആ സ്പ്രേ തന്നെ മേടിച്ചിട്ട് വരണമല്ലോ. അല്ല എങ്ങനെ അറിയുന്നു ഇതൊക്കെ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഭയങ്കരം തന്നെ അളയാ. അല്ല വേറെ കാര്യമുണ്ട്, ഈ പുള്ളിക്കാരി ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും ഈ കൂട്ടത്തിൽ ഏതോലും ചാവുമ്പോഴായിരിക്കും കൂടുതൽ നമുക്ക് മോണിറ്റൈസ് ചെയ്ത എങ്ങനെ കരയണം, എങ്ങനെ ഇത് കണ്ടന്റ് ആക്കണം. കാരണം നമ്മുടെ കണ്ടന്റ് ഏതാ? അപ്പൊ കണ്ടന്റ് നമ്മുടെ ഇതാണ്, നമ്മൾ സെർച്ച് ചെയ്തില്ലടോ കണ്ടന്റ്, അല്ലേ? ശരിയല്ലേ? നമ്മളെന്തൊക്കെ നോക്കുന്നുണ്ടോ നമുക്കറിയാം. അപ്പൊ അയാളുടെ കണ്ടന്റ് ഇതാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും അപ്പുറത്തേക്കുന്ന ഒരാളെ കാണുമ്പോ ഒരു കണ്ടന്റ് അതുപോലെ എന്താണെന്നറിയോ, ആരെങ്കിലും കൂടുതൽ ഗ്യാസ് കയറിയാൽ തന്നെ പുള്ളിക്കാരി ഇങ്ങനെ ആലോചിക്കുമായിരിക്കും അപ്പുറത്തിരുന്ന്, കരിയർ സമയമായിരിക്കുന്നു, ഇരിക്കുന്ന ഞാനല്ലേ, ഞാൻ ശരിക്കും കണ്ടന്റ് ഉണ്ടാക്കുകയാണ്, ഞാൻ കണ്ടന്റ് ഉണ്ടാക്കി കോടീശ്വരനാവുകയാണ് എന്ന് പറഞ്ഞോണ്ടിരിക്കുമായിരിക്കണു. അപ്പുറത്തിരിക്കുന്ന ആളെ പിന്നെ എന്ത് കാണാനാ? താൻ എന്താണ് ഇതാ തന്റെ കണ്ടെങ്കിൽ താൻ ഉറപ്പായിട്ടും ഈ കണ്ടവർക്ക് ആർക്കും അത് മനസ്സിലായിട്ടില്ല, അതൊന്നും മനസ്സിലായിട്ടില്ല. അത് ഇവർക്ക് ഇവര് ലോക വിഡ്ഢികളും സാമാന്യ ബുദ്ധി ഇല്ലാത്തവരും ഒരു ഉണ്ടേ മനസ്സിലാവാത്തവരും. ഇവർക്ക് ഇങ്ങനെ ഇമോഷണൽ ബുൾഷിറ്റ് ഒക്കെ കണ്ടാൽ ഇവർക്ക് മറ്റേ ഫീലിങ്സ് ഒക്കെ വർക്ക് ആവണോ? ഫീലിങ്സ് അറിയില്ല കേട്ടോ. നല്ല പാട്ടാ, നല്ലൊരു പാട്ടല്ലേ, എന്തോ കാവ്യാത്മകമായിട്ടുള്ള തമിഴന്മാർക്കേ ഇത് പറ്റത്തുള്ളൂ, വേറൊരു ലാംഗ്വേജിൽ ഇല്ല. മലയാളികളാണ് പിന്നെ ഭയങ്കര ഭയങ്കര സംഭവമാക്കും അതങ്ങിരുന്ന്, മനസ്സിലായോ? ലൈറ്റ് ആക്കി അറിയത്തില്ലല്ലോ, സ്ട്രോങ് ആക്കത്തില്ല, ഭയങ്കര പരിപാടിയാണ്. പിന്നെ അങ്ങ് എഴുതുക എന്നൊക്കെ പറഞ്ഞ് എഴുതി അങ്ങ് ഏതാണ്ടൊക്കെ ആക്കിക്കള എഴുതി അങ്ങേറ്റത്തെ സാധനം പിടിക്കത്തുള്ളൂ. അതാ പറഞ്ഞേ, അതുപോലത്തെ സാധനം എടുക്കത്തുള്ളൂ, അത് വേണം, നല്ലതാ. അതുപോലത്തെ പാട്ട് തമിഴും ഒക്കെ കാണും. പക്ഷെ ഇവർക്ക് ഇതേ പറ്റത്തുള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ, ഇതേ പിടിക്കത്തുള്ളൂ. ആകെപ്പാട് വേണ്ട അതിൽ ഇലുമിനാറ്റി എന്ന് പറഞ്ഞ സാധനം ഭാഗത്തേക്ക് കയറി എല്ലാവരും ഇലുമിനാറ്റി അങ്ങ് നശിപ്പിച്ച് കൈ ഇലുമിനാറ്റി എടുത്ത് മറ്റേ ഭയങ്കര ഇലുമിനാറ്റി എടുത്തു. അത് അങ്ങനെ വല്ലപ്പോഴും വരും അങ്ങനത്തെ പാട്ടൊക്കെ, ചുമ്മാ ചെറിയ ചെറിയ പാട്ടുകൾ, വലിയ ശല്യം ഇല്ലാതെ എന്തെങ്കിലും കേട്ട് പോകാറുണ്ട്. ഇവിടെ പക്ഷെ അതല്ല പരിപാടി. തമിഴില് ഭയങ്കര പണി നടക്കുന്നുണ്ട്, എന്തെല്ലാം സാധനം വരുള്ളൂ. അവരെല്ലാ പാട്ടുകളും ഉണ്ട്, നല്ല മ്യൂസിക്. റാപ്പൊക്കെ അവര് പണ്ട് 2000-ലൊക്കെ അവരുടെ പടത്തില് റാപ്പൊക്കെ എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടാ ഇപ്പൊ ഇവിടെ എങ്ങാണ്ടൊക്കെ മലയാളികൾ റാപ്പ് ചെയ്യാൻ വന്നേക്കുന്നത്. മലയാള ഭാഷ പോലും അതിന് കൊള്ളത്തില്ല.
ഇതെങ്ങനെയാണ് റാപ്പ് ആക്കുന്നത്? ഇതൊരു വല്ലാത്ത റാപ്പായത്. ഇവിടെ നടക്കില്ലത്. എവിടുത്തെ ഇതിന് പറ്റത്തില്ല. എവിടുത്തെ കൾച്ചറിലെ റാപ്പ്. കേരളത്തിലെ ആദ്യത്തെ മലയാളം റാപ്പർ ആരാന്ന് പറയാം? ഭയങ്കര രസമുണ്ട്. ഇവിടെ ഇവനെയൊക്കെ പോലല്ലേ, സഞ്ജു ടെക്കി, ഫെജോ, കാർത്തിക് സൂര്യ, അർജു, മറ്റേ ഇവന്മാരല്ല ഒരുപോലെ എവിടെന്നോ എന്തോ കണ്ടു അതേപോലെ തന്നെ വന്ന് പൊക്കി പിടിച്ച് ഫോട്ടോ ഒട്ടിച്ചിരിക്കുക അല്ലേ കുറെ ആൾക്കാർ. അവൻ തൊപ്പി കണ്ടിട്ടല്ലേ വന്നേ? അവൻ ഭയങ്കര പരിപാടിയാണ്. അവൻ വേറെ ഐറ്റമാണ്. അവൻ ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള വേറെ തല പൊട്ടിത്തെറിച്ച് കൊടുത്തനവൻ. അങ്ങനെയാണ് അവൻ. അത് ഇവിടെ ഇരുന്നവൻ അതെടുത്ത് വെച്ചിട്ട് ഒരു പരിപാടി പിടിച്ചതാണ്. പക്ഷെ തൊപ്പിയുടെ കാര്യത്തിൽ തൊപ്പി പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ആ പരിപാടി അവതരിപ്പിച്ചത്. ഗെയിമറാ, നല്ല ഗെയിമറാ, കളി അറിയാം. അവൻ വേറെ സ്ഥലത്താ പൈസ ഫാൻസ് ഒക്കെ പുറത്തൊക്കെ ഭയങ്കര. ഞാനത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവന്മാർക്ക് നാണം ഉണ്ടോ ഈ പോലീസുകാർക്ക് അവനെ പോയി ചവിട്ടി പൊളിച്ച് അറസ്റ്റ് ചെയ്യാൻ. ആരാന്നറിയാം അവനൊരു ഇവന്മാരെ എന്തിനുള്ള ആ ചവിട്ടി പൊളിച്ചവന്റെ 10 ഇരട്ടി വാല്യൂ ഉള്ളവൻ അവൻ. അതെ അതെ മനസ്സിലായോ? അവനെയൊക്കെ കഴിവുണ്ട്. ഇവനെയൊക്കെ എന്തിനു കൊള്ളാം. അതിനകത്ത് അങ്ങനെ നിന്ന് കയറുന്ന ഒരു ലോക്കൽ സാധനം ഉണ്ട് അതിനകത്ത്. ഒരു തറ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതാ പോലീസുകാർക്ക് ചിലർക്ക് ഉണ്ട്. അവരെന്തോ സംഭവമാണ്. എന്നാൽ അപ്പുറത്തിരിക്കുന്നവൻ അതിന് സൂപ്പർ പയ്യനായിരിക്കും. എന്തിനു കൊള്ളാം മറ്റവന്മാരെ. അതിന്റെ ഒരു ലോജിക്ക് ഒന്ന് ആലോചിക്കുക. നമ്മളിപ്പോ ഒരു വീടൊക്കെ ചവിട്ടിപ്പൊളിച്ച ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവണമെങ്കിൽ അവന് ഇത്തരം ക്രൈം ത്രെറ്റ് ആയിരിക്കണം. അതെ അതെ, അപകടകാരിയായിരുന്നു. അവൻ പിന്നെ വളയെന്ന് പറയുന്നത് പേടിച്ചിട്ടാണോ? വീണ്ടും വളയെന്ന് പറഞ്ഞാലോ? അല്ല ഞാൻ വളി വിട്ടാലോ? വളി വിട്ടാ പ്രശ്നം. അപ്പൊ ഇതിനകത്ത് രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് പോയി പരിപാടി അറ്റൻഡ് ചെയ്ത് കാണിക്കുമ്പോഴേ ഇത് വീട് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി ഇവനെ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴേ എന്നിട്ട് ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റിയത് എനിക്കറിയത്തില്ല. എന്നിട്ട് ഇവര് എന്ത് ചെയ്തു? ഇവനെ എന്താക്കിയെന്നാ പറയണ? ഇവര് എന്തിനാ ഇവനെ അറസ്റ്റ് ചെയ്തത്? എടാ ഇവർക്കെതിരെ ഇതെല്ലാം വലിയ കംപ്ലൈന്റ് ആയിട്ട് കിടക്കുവാടോ ഇപ്പോഴും. പോലീസിന് ഭയങ്കര നാണക്കേട്. കംപ്ലൈന്റ് ഒക്കെ സഞ്ജു ടെക്കി, മറ്റേ എന്താ മണവാളൻ, ഈ തൊപ്പി, പിന്നെ ആരെയൊക്കെ ഇമാര് പൊക്കിയേക്കുന്നത് ഇങ്ങനെ കുറെ യൂട്യൂബർമാരുടെ പുറകെ പോയില്ലേ? അത് വൻ കോമഡിയാ. എല്ലാം കോമഡിയായിട്ടുണ്ട്. ഒറ്റ ഒരെണ്ണം ഇവർക്ക് കൊള്ളത്തില്ല. ഭയങ്കര വിഡ്ഢികളായ മനുഷ്യര് ഒരു പരിപാടി അവതരിപ്പിച്ച് എങ്ങനെ ഇരിക്കും? ഈ പരിപാടി കോടതിയിൽ നിൽക്കില്ല എന്ന് കോടതി ഒരു പ്രശ്നമല്ലടൂ. ഈ സാധനൊരു പണി ചെയ്യണ്ടേ? കോടതിയിലോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ഒന്നും ഇല്ല. തനിക്ക് തോന്നണ്ടേ ഇതെന്തോ വലിയ സംഭവമാണ്. അവിടെ പോയി ആ തോന്നൽ അങ്ങനെ വരുന്നതല്ല. ഇവർക്കും അറിയാഞ്ഞിട്ടൊന്നുമല്ല. അത് അവിടെയാണ് ഇതിനകത്ത് രസം. പോലീസുകാർക്ക് ഇത് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇതിപ്പോ ഒരു കേസ് എടുത്തു തനിക്കെതിരെ പിന്നെ പബ്ലിസിറ്റി വേണം. പിന്നെ ഈ പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിനകത്ത്. ഈ മതസംഘടനകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പരാതി സംഭവിക്കുന്നതെന്ന് പറയാമോ? ഇവർക്കൊരു പ്രഷറും കൂടി വരും. ഈ സാധനം അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പൊളിറ്റീഷ്യൻസും മതവും ഒക്കെ ഇവിടെ ക്ലബ്ബായിട്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പൊ എന്നിട്ട് ബാക്കി കൂടെ മേടിച്ച് എല്ലാവരും കൂടെ തൊപ്പി ഇറങ്ങി അതിനൊക്കെ വലിയ പൊളി. തൊപ്പി പിന്നെയും കൊടുക്കുന്നുണ്ട് ഉള്ള മദ്രസ പൊട്ടന്മാർക്കിട്ടൊക്കെ. ഈ പൊട്ടം അതുമല്ല വേറെ കാര്യമുണ്ട്. ഒരു പോലീസ് ഒരിക്കലും ചെയ്യണ്ടേ. കാരണം ഈ പീഡനങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന മദ്രസയില്. ഈ മദ്രസ പൊട്ടന്മാര് കാരണം ഉണ്ടാകുന്ന പ്രശ്നം വേറെ. ഇവന്മാരെ എന്തിനാ സന്തോഷിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇത്രയും ബുദ്ധി ഇല്ലാത്തവരൊക്കെയാണ് എന്റർടൈൻ ചെയ്യുന്നത്. എണ്ണം കൂടി എന്ന് പറഞ്ഞ് താൻ ആലോചിക്കേ കുറെ കൊതുകുണ്ടെന്ന് പറഞ്ഞാൽ ഇവര് കൊതുകിനെ വല്ല ആരാധിക്കും. കൊതുക് വല്ല കംപ്ലൈന്റ് ചെയ്ത അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കൊതുക് പാറ്റയൊക്കെ വല്ല പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്താൽ നമ്മുടെ പറയുന്ന രീതിയിലാണെങ്കിലേ എണ്ണത്തിൽ കൂടുതലുള്ളത് ഓക്കെയാണ് അല്ലെങ്കിൽ അതാണ് ശരി എന്നുള്ള മൂടാണെങ്കിൽ നമ്മളിപ്പോ BJP-യോട് അനുഭാവം പുലർത്തണം. എല്ലാവരും സംഘപരിവാറിനോട് അനുഭാവം പുലർത്തി മോദിയോട് താല്പര്യം വരണം. മോദിയെ അംഗീകരിക്കണം. ഗുജറാത്ത് കലാപം ഓക്കെ ആവണം. എല്ലാം നമുക്ക് സെറ്റ് ആവണം. അതാകുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ പണിക്ക് നിൽക്കരുത്. അത്രേ. അതാണ് നമുക്ക് പോപ്പുലേഷൻ ഉള്ള സ്ഥലത്ത് കയറിയിട്ട് ഏറ്റവും ലോ ലെവൽ അത് ഈ പറയുന്ന കാര്യത്തിനോട് ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഉറപ്പാ പ്രശ്നമാണ്. നമുക്ക് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ആ സെൻസിൽ മനസ്സിലാവുമ്പോ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. തനിക്ക് പറ്റുമായിരിക്കും. ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല.
താൻ സപ്പോർട്ട് ഞാൻ ഒരിക്കലും ചെയ്തില്ല. ഓക്കെ. ഞാൻ ഇസ്രായേലിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതിനെ അവിടെ എത്ര പേര് മരിച്ചു വീണാലും ഇസ്രായേൽ മാത്രം, അല്ലെങ്കിൽ ഇസ്രായേലിലുള്ളവർ മരിക്കേണ്ടി വരും. അതുകൊണ്ട് പറ്റത്തില്ല. യുദ്ധമാണ് നടക്കുന്നത്. യുദ്ധത്തിനകത്ത് നമുക്ക് ഏതെങ്കിലും സൈഡേ പറ്റത്തുള്ളൂ. ഓക്കെ. ഞാൻ ഇസ്രായേലിന്റെ കൂടെ ഫുട്ബോൾ ആണെങ്കിലും ഞാൻ അർജന്റീനയുടെ കൂടെ. അർജന്റീന തോറ്റു, അർജന്റീന തോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അർജന്റീന തോക്കണം എനിക്ക് ഇഷ്ടമല്ല. അല്ല, ഞാൻ എപ്പോഴും വീക്ക് ആയിട്ടുള്ള ടീമിന്റെ കൂടെ ആയിരിക്കും. വീക്ക് ആയിട്ടുള്ള ടീമിനോട് എനിക്ക് അങ്ങനെ ഒരു സാധനമുണ്ട്. നമുക്ക് വീക്ക് ആണോ പവർഫുൾ ആണോ എന്നുള്ളതല്ല, ഗെയിം ഇഷ്ടപ്പെടുന്നുണ്ടോന്നുള്ളതാണ്. അത് കളി അതൊക്കെ ഇരുന്നോട്ടെ. പിന്നെ അവിടെ നമുക്ക് സുക്കൻബർഗും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണും. അല്ല, ചുമ്മാ ഏതോ ആരാണ്ട് വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത കുറെ മനുഷ്യരെവിടെ കിടന്ന് ഭ്രാന്ത് കാണിക്കുന്നു, അവരെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ പറ്റത്തില്ല. നമുക്ക് ഇസ്രായേലിന്റെ പ്രോഡക്ട്സ് വേണം. അവിടെ ഉണ്ടാക്കുന്ന പല സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മൾ അതൊക്കെ കണ്ടിട്ടുണ്ട്. ആ ആൾക്കാരെ നമുക്ക് അറിയത്തുള്ളൂ. മറ്റടുത്ത് കിടന്നുകൊണ്ട് ഇവിടെ ഇപ്പൊ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യൂ. പാകിസ്ഥാനെ ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലല്ല, അതിനകത്ത് നിയമപരമായിട്ടുള്ള പ്രശ്നമൊക്കെ വരുന്നേ, അതുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിലുണ്ടോ? എനിക്കിപ്പോ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പ്രശ്നം ഓൾറെഡി ഇങ്ങനെ നിലനിൽക്കുന്നതാണല്ലോ, ശത്രു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചേക്കാണ്. വേറെ രസമുള്ള എന്നറിയോ, ഈ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ പ്രശ്നത്തിനകത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇടേണ്ട ആവശ്യമില്ല. അത് ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ്. ഇവിടെ ഉള്ളവരുടെ വിചാരം ഇവന്മാര് ചുമ്മാ ഈ കാശ് പോലത്തെ ആൾക്കാർ ഇറങ്ങി ക്രിസ്ത്യാനികളെ അവിടെ യേശു ഉണ്ടാകും. അല്ല, യേശു ജൂതനാണല്ലോ. യേശു ജൂതനൊന്നുമല്ല, മാറിയതാ, മതം മാറിയതാ. ഇല്ല, പുള്ളി മതം മാറിയിട്ടില്ലല്ലോ, പുള്ളി ജൂതനാണ്. പുള്ളി ജൂതനായിട്ട് ജനിച്ചു കാണും, പക്ഷെ ജൂതന്മാർക്ക് എതിരാ പുതിയ സംഘടന ഉണ്ടാക്കിയാണ്, വേറെ പാർട്ടി ഉണ്ടാക്കി. ഘടകകക്ഷിയാണ് ശരിക്കും, ജൂതന്മാരുടെ ഘടകകക്ഷിയാണ് ക്രിസ്ത്യാനികൾക്ക്. ഇഷ്ടപ്പെട്ടില്ല, ജൂതന്മാർക്ക് അടിച്ച് വെളി കളഞ്ഞു. അതിപ്പോ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ CPM-നകത്ത് ഇപ്പൊ പെട്ടെന്നൊരു ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് അവിടെ പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയാൽ നടക്കുമോ? വെട്ടിക്കൊല്ലും. 58 വിട്ടു. അതുപോലെ തന്നെ കുരിശത്തരയ്ക്കും, നെഞ്ചത്ത് കുത്തും, കിരീടം വെക്കും, തല്ലിക്കൊല്ലും. ഇന്ന് വരെ തന്നെ നടക്കും. സെയിം പരിപാടി. അത്രേ ഉള്ളൂ. ഗ്രൂപ്പ് വിട്ടുപോയ പണിയാണ്. ഗ്രൂപ്പ് ഇട്ടുള്ള കളി ഇവിടെ സമ്മതിക്കില്ല, വ്യക്തികളെ ഇവിടെ ആവശ്യമില്ല. സ്റ്റോറി അന്നേ ഉണ്ട്, പല രീതിയിൽ അവിടെ അവതരിപ്പിക്കുന്നുണ്ട് പരിപാടികൾ. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് തെന്നി മാറി നമ്മൾ പറഞ്ഞു വന്ന വിഷയം സുധിയുടെ ഭാര്യ. സുധിയുടെ ഭാര്യ അല്ല എന്ന് വിചാരിക്കും. ഇത് സാധാരണ വേറെ എവിടെയോ ഒരു എന്തെങ്കിലും ഒരു ബസ് കണ്ടക്ടറുടെ ഭാര്യമാരും മരിക്കും, അല്ല ബസ് കണ്ടക്ടർ മരിച്ച ഒരുപാട് ഭാര്യമാര് വിധവകൾ ഇരിപ്പുണ്ട്, ഓട്ടോക്കാരുടെ ഭാര്യമാര് വിധവകൾ ഇരിപ്പുണ്ട്, കൃഷിപ്പണിക്കാരുടെ എല്ലാം ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ IAS ഓഫീസറുടെ ഭാര്യയും ഇത് കേട്ടിരിപ്പുണ്ട്. അപ്പൊ ഇയാൾക്ക് എങ്ങനെയാണ് ഇത്ര പ്രത്യേകത വരുന്നത് വെച്ചാൽ, സെലിബ്രിറ്റി എന്ന് വെച്ചാൽ കുറച്ച് പേര് അറിഞ്ഞു, നോൺ പേഴ്സൺ ആയതുകൊണ്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ നോൺ പേഴ്സന്റെ ഭാര്യയ്ക്ക് ഉണ്ടാകുന്നതും ഈ അൺനോൺ പേഴ്സന്റെ ഭാര്യയ്ക്ക് ഉണ്ടാകുന്നതും സെയിം എഫക്ട് തന്നെയാണ് ഇവിടെ ഈ പറഞ്ഞ ആൾക്കാരുടെ കണ്ണുകളിലൂടെ നോക്കിക്കണ്ടാൽ. അതിനർത്ഥം പലരും ഇവിടെ അത്ര സേഫ് ഒന്നും അല്ല. അവിടെ എൻ്റെ ഒരു കൂട്ടുകാരി കഴിഞ്ഞ ദിവസം ഇന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചാൽ അവള് ഡിവോഴ്സ്ഡാണ്, വേറെ കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല. അയ്യോ, അപ്പൊ അവർക്ക് ഒറ്റയ്ക്ക് താമസിക്കാനായിട്ട് അവരുടെ ഈ പ്രദേശത്ത് എറണാകുളത്ത് പറ്റും. എറണാകുളത്ത് വലിയ ശല്യമില്ല, ഫ്ലാറ്റ് വരെ എടുത്ത് തരാമെന്ന് വെച്ചു. എറണാകുളത്ത് അത് ഈ വലിയ ഫ്ലാറ്റൊന്നും പറ്റത്തില്ല, 10-30 ലക്ഷം 30 ലക്ഷം ഫ്ലാറ്റൊക്കെ മേടിക്കാൻ പറ്റും. അവിടെ എല്ലാം ഒറ്റയ്ക്ക് താമസിച്ചാൽ എന്തോ ശല്യമായിരിക്കും. അതെ, സമ്മതിക്കില്ല. അവർക്കൊരു സഹായം പോലും ചെയ്യത്തില്ല ഇവര്. ചെയ്താ എങ്ങനെയെങ്കിലും ചെയ്താ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ പോലും ആ കുപ്പിയെ പിടിച്ചങ്ങോട്ട് കയറും, ആ ഗ്യാപ്പിൽ കയറും. അങ്ങനെയാണ്. ഇതിനകത്ത് രസമുള്ള കാര്യം എന്ന് പറയുമ്പോ ഈ സാധനം മനസ്സിലാവാത്ത എന്തുകൊണ്ടാന്ന് ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ സ്ത്രീകളോട് ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് മരിക്കുന്നത് എന്തിനാണെന്നും ഇങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇവർക്ക് എന്ത് മറ്റേത് മനസ്സിലാവാത്തത്? അതെന്നാ അറിയാ, തനിക്ക് മനസ്സിലായി. ഇപ്പൊ നമുക്ക് ഒരുപാട്, എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. സുഹൃത്തുക്കളുണ്ട്, അതിന്റെ പ്രശ്നം. സ്ത്രീ സുഹൃത്തുക്കൾ വേണം, അതാണ് ഞാൻ പറഞ്ഞത്. സുഹൃത്തുക്കളുണ്ടെങ്കിൽ സഹോദരിമാരെന്ന് പറഞ്ഞോണ്ടെന്താ, എനിക്ക് ജന്മനെ എനിക്ക് ബ്ലഡ് റിലേഷൻ ഇല്ല, അനിയത്തിമാരോ അനിയന്മാരോ, ഞാൻ ഒറ്റ ഒന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് പലരെ അങ്ങനെ അല്ലാതെ കാണാനും പറ്റുന്നുണ്ട്. മനസ്സിലായി? നമുക്ക് ആ ഒരു ഇന്റൻഷനും ഒന്നുമില്ല. പക്ഷെ ഒത്തിരി പിള്ളേർ നമ്മളോടുണ്ട്. അത് അനിയത്തിയുണ്ട്, ചേച്ചിയുണ്ട്, ആന്റിയുണ്ട്, അങ്കിളുണ്ട്, എല്ലാം ഉണ്ട്. ഇവരെയൊക്കെ അവരെ അങ്ങനെ തന്നെ ഉണ്ട്. കാമുകി എന്ന് പറഞ്ഞാൽ കാമുകിമാരുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇത് കൃത്യമായിട്ട് തിരിച്ചറിയാവുന്ന ആൾക്കാർക്കുണ്ടല്ലോ, കാമുകാരുടെ എണ്ണം കൂടത്തേ ഉള്ളൂ. എപ്പോഴും കാമുകയാണ്. അല്ലാതെ എല്ലാത്തിനെയും ഒരേ രീതിയിൽ നോക്കിയാൽ ഒരെണ്ണം പോലും അടുപ്പിക്കത്തില്ല. കാരണം അവർക്ക് അറിയത്തില്ല സ്ത്രീകളെ പറ്റി. അതായത് സ്ത്രീകളെ പഠിക്കണമെന്ന് സ്ത്രീകളോട് പരിചയം വേണം, കമ്പനി വേണം, സ്ത്രീകളോട് ഇടപെടണം, അവർക്ക് ഇഷ്ടപ്പെടണം. അല്ലാതെ നീ ഇവിടെ കിടന്നോണ്ട് എല്ലാ പെണ്ണുങ്ങളെയും ഒരുപോലെ നോക്കിയിരിക്കുന്നു കഴിഞ്ഞാൽ
എല്ലാ പെണ്ണും ഒരുപോലെ തിരിച്ച് റിയാക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അതല്ല എന്റെ കാര്യം. അപ്പൊ കലങ്കില് അവര് കാണണം, കലങ്കിലിരുന്ന് കമന്റ് ഇടണ്ടോ? അല്ല, ഞാൻ തമാശ തന്നെയല്ല, ഈ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കും. അവർക്കറിയാം ഇവരോട് ഇടപെടുന്ന രീതി കണ്ടാൽ മനസ്സിലാവും, മറ്റു പെണ്ണുങ്ങളോട് ഇയാൾക്ക് ഇടപാടുണ്ടോ എന്ന് മനസ്സിലാക്കണം. അതായത് ഒരു പെണ്ണെ കണ്ടോണ്ട് കാമുകിയായിട്ട് മാത്രമല്ലേ, കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റൻഷൻ മാത്രം ഞാൻ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഒരുത്തെ കണ്ട് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കളിക്കാൻ ഇഷ്ടപ്പെട്ടെന്നാ, അല്ലാതെ വേറൊന്നും അല്ല ഇവര് കാണുന്നത്. താൻ എന്താ വിചാരിച്ചു ഇവിടുത്തെ എന്ത് പ്രൊഫഷൻ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഒരു കമ്പനി അടിക്കാനല്ല വരരുത് നോക്കുന്നത് ഇവിടെ ഉള്ളവർ. ഇവൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കളിക്കാനാ, അത് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ 5 പെണ്ണുങ്ങളായിട്ട് ബന്ധം ഉണ്ടാവും, അതിനകത്ത് 10 എണ്ണം കാണും, 10 പേരോട് ചോദിച്ചു കാണും, 2 എണ്ണത്തിനെ കിട്ടിക്കാണും. ആ 2 പേരായിട്ടുള്ള ബന്ധമേ ഉള്ളൂ. ബാക്കിയുള്ളവരെ ഫ്രണ്ട് സർക്കിൾ ഇല്ലല്ലോ ഇവർക്ക്. സ്ത്രീകളായി ഇവരെയൊന്നും വിളിച്ച് വെറുതെ കഥ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല പലരെയും. മനസ്സിലായത് എനിക്ക്. ആ സ്ത്രീ പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇത് ഇവൻ അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ട് നടക്കാതെ പോയതിന്റെ പേരിലുള്ള എന്തോ ഒരു ബന്ധം വെച്ചിട്ട് പിന്നെ ഫ്രണ്ട്ഷിപ്പ് അടിച്ചെങ്കിലേ ഉള്ളൂ. അല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല. പിന്നെ ഇവർക്കെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ സ്ത്രീ ഈ പെണ്ണുങ്ങൾ ഇവരുടെ ചുറ്റു കൂടിയേക്കുന്നത് ഇവർ കണ്ടെത്തിയ പെണ്ണുങ്ങൾക്ക് എല്ലാം ഒരേ ടൈപ്പ് ഫീച്ചേഴ്സും സ്വഭാവമൊക്കെ കാണും. കാരണം അവന് ഇഷ്ടപ്പെടണം, അവൻ അങ്ങനെ ഇഷ്ടപ്പെടണം, മനസ്സിലായോ? അത് നമ്മുടെ ചുറ്റുമൊക്കെ കാണുന്നവർ അങ്ങനൊന്നും അല്ല. ആരോ പെണ്ണുങ്ങൾ വേണ്ടി അതുങ്ങൾ കുറച്ച് തമാശയൊക്കെ കേട്ട് ഇവിടെ കറങ്ങി നടന്നു, ഇവിടെ വന്ന് താമസിക്കും, ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ വരും, പോവും. ഇതിനകത്ത് ഒരൊറ്റ കൺഫ്യൂഷനേ ഉള്ളൂ എല്ലാവർക്കും, ഇതിനകത്ത് ആരാണ് എന്റെ ഗേൾഫ്രണ്ട്, ഭാര്യ പോലും തിരിച്ചറിയത്തില്ല. മനസ്സിലായോ? ഭാര്യയാണെന്ന് പറയേണ്ട അവസ്ഥ വരെ വന്ന് ഹലോ എക്സ്ക്യൂസ് മീ, അതല്ല ഭാര്യ, ഞാനാണ്. അല്ലടോ, ഒന്ന് ആലോചിക്ക്, അത്ര ഈസി ആയിട്ട് പരിപാടി നടക്കുമ്പോഴല്ലോ സത്യത്തില് പെണ്ണുങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ. അങ്ങനെ പറ്റത്തുള്ളൂ. അല്ല നിങ്ങൾ ഒരു കാരണവശാലും ഈ നമ്പർ ഇറക്കിയത് കൊണ്ടോ സദാചാരം പറഞ്ഞത് കൊണ്ടോ അല്ലെ ഭയങ്കര മാന്യനായിട്ടിരുന്നതുകൊണ്ടോ ഒന്നും ഇത് നടക്കത്തില്ല. ആദ്യം പെണ്ണുങ്ങളോട് ഇടപെടുക, സുഹൃത്തുക്കൾ ഉണ്ടാക്കുക, അത് പല പ്രായത്തിലുണ്ടാക്കണം. അല്ലാതെ ഈ പ്രായത്തിൽ മാത്രമേ പിടിക്കുക, അതല്ല. ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ഈ സുധിയുടെ ഭാര്യയൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴേക്കും ആ പെണ്ണിനെ അവിക്കാതി പറഞ്ഞ് ഭയങ്കര മോശം പറഞ്ഞ് ഇങ്ങനെ ഒരു എന്താ പറയണം, അങ്ങനത്തെ വർത്താനം പറയുമ്പോഴേക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടോ, ഇവർക്ക് അറിയാൻ പാടാത്തൊരു കാര്യമുണ്ട്. ഇവർക്ക് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു മാനസിക നില ഉണ്ടാവും. പിന്നെ ഇതൊക്കെ തന്നെ ചിന്ത തന്നെയായിരിക്കും. ഭയങ്കര അങ്ങനത്തെ ചിന്തകൾ സ്വാഭാവികമായിട്ട് ഈ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്യും. പിന്നെ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിന് ഒട്ടും നല്ലതല്ല. മനസ്സിലാവോ? ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ അത് ബാധിക്കും. അപ്പൊ നീ മരിച്ചു പോകും. അപ്പൊ നിന്റെ ഭാര്യയെ കുറിച്ച് പറയണ, നിന്റെ ഭാര്യ അപ്പൊ ഇതേപോലെ സ്ട്രെസ് ഹോർമോൺസ് അടിച്ചിരിക്കുന്നത് പിന്നെ പറയത്തില്ലേ? അവരെല്ലാം പറയത്തില്ലേ ഇത്? നീ ഈ സുധിയുടെ ഭാര്യയുള്ള, നിനക്ക് ഭാര്യയുണ്ടോ പെങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം. അത് തന്നെ നിനക്കും കിട്ടാൻ പോകുന്നു, ഒരു സംശയമില്ല. എനിക്ക് കിട്ടത്തില്ല, കാരണം എന്റെ ഭാര്യ ആർക്കും അറിയത്തില്ല. ഞങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയത്തുള്ളൂ, അവരാരും ഇത് പറയുന്നവരല്ല. അങ്ങനെ പേടിയൊന്നുമില്ല. ഇനി അഥവാ പറഞ്ഞാലും ചെയ്താലും ഇവിടെ ആരും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല, അല്ലേ? ആ, അത്രേ ഉള്ളൂ. അപ്പോഴാ കുറെ എണ്ണം വന്നേക്കുവാ കുണ പറഞ്ഞോണ്ട്. കഷ്ടമുണ്ട്. അവർക്ക് ഒരു കുഴപ്പമില്ല, അത് അവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടുള്ളൊരു ചൊറച്ചിലുണ്ട്. ഇല്ല, ഇത് പറയത്തില്ലടോ. അവര് ശരിക്കും കൺഫർമേഷൻ കിട്ടണം, ഇവർ ഇന്ന പോലെ ഇന്ന ആളുകൂടാണെന്നോ അല്ല അവർ കുറെ പേരോടാണെന്നോ ഉറപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം വന്നാൽ ഈ പറച്ചിൽ അത് കഴിയും. പിന്നെ അടുത്തതിലോട്ട് പോകണം, അടുത്ത വേറെ ആരും പിടിക്കും. അത് വരെ ഇത് പറഞ്ഞോണ്ട്. അപ്പൊ ശരി. അപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ലക്ഷ്മി നക്ഷത്രത്തിനോട് താല്പര്യമില്ല, സുധിയുടെ ഭാര്യയോട് ഒരു പ്രശ്നമില്ല. അത് അവർ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടുള്ളൂ. മറ്റേ പ്രശ്നം എന്തോ എനിക്ക് എവിടെയോ അതെനിക്ക് ഈ പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും. മറ്റവർക്ക് അത് ഇഷ്ടപ്പെട്ടുണ്ടാവും. ഏത് ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടാവും. ഇവരെ വൈഫിനെ ഇപ്പൊ പറയുന്നത് ചീത്ത വിളിക്കുന്നതിനകത്ത് ഉറപ്പാ. സ്ട്രെസ് ഹോർമോൺ സൂക്ഷിക്കണം കേട്ടോ.